ഇറങ്ങിട്ട് വരാം നിന്റെ ആക്രാന്തം. അതെ, മൈത്രിയുടെ ക്യാഷ് ബാഗ് അറിഞ്ഞുകൊണ്ട് എന്റെ കുടുംബം ജീവിക്കില്ല. അതിന് ഇതിൽ ആള് കാരണം. എന്നാ നീ കേട്ട്. എന്നാ ഇപ്പൊ പുറപ്പെടും കയറിക്കോ. 5 മിനിറ്റ് മുമ്പേ ഇത് പോയാലും 10 മിനിറ്റ് മുമ്പേ അവിടെ എത്തുന്ന ഇതാ. 10 മിനിറ്റ് നേരത്തെ എന്നിട്ട് തള്ളകൾക്ക് തിരുവാതിരകളിയൊന്നുമില്ലല്ലോ. എങ്കിൽ മനോഹരമായ ഗാനം കേട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. ശിവപുരം 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 കുളപ്പള്ളി തിരുവാനൂർ ഒങ്ങല്ലൂർ മേല പട്ടാമ്പി പട്ടാമ്പി ആമയൂർ തൃത്താല കൊപ്പം ചെറുകര കുഞ്ഞാക്ക അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ സത്യ ടാക്സ് ഇറക്കാൻ നേരായി. ആർ ടി ഓഫീസിൽ പോയി തൊള്ളയും തുറന്ന് കുത്തിരിക്കാൻ നേരല്ലിടും. അതിനല്ലേ കുഞ്ഞാക്ക എന്നെ പോലുള്ള RTO ബ്രോക്കർമാര്. കാശും കള്ളാസൊക്കെ നമ്മളെ റെഡിമെയ്ഡ് വീടിൽ ഏജന്റിന്റെ അടുത്തുണ്ട്. അവിടെ ചെന്നാ മതി. ഇന്നെ കൊണ്ട് അടച്ചക്കിട്ടാ. ആയിക്കോട്ടെ. പുറപ്പെടാനായിട്ടോ എടക്കുരുളെത്തി. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് എത്തുന്നത്? ഒരു ദിവസം ഒരു മിനിറ്റ് പോലും തെറ്റുന്നില്ലല്ലോ ടീച്ചറെ. ഞങ്ങള് രണ്ടാളും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. ഇനി കഷ്ടിച്ച ഒരു കൊല്ലം കൂടെ ഉള്ളൂ എന്റെ പഠിപ്പിക്കില്ലേ. അത് കഴിഞ്ഞാ പിന്നെ ഈ യാത്ര അവസാനിച്ചു. റെസ്റ്റ് എടുക്കാനാണ് സർക്കാർ പെൻഷൻ പറ്റുന്ന പരിപാടി ഏർപ്പാടാക്കിയത്. എന്നിട്ട് മാഷക്കാണ് ഒരു റെസ്റ്റും ഇല്ല. ടീച്ചറായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കണ്ടേ. വെറുതെ അല്ല നാട്ടുകാർ അതിനൊരു യോഗം വേണം വാസുട്ടിയെ. കേറ് മാഷ കേറ്. ശരിയാ, എന്റെ യോഗ മഹായോഗം. ശിവപുരം 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 ശിവപുരം. അല്ല, എന്നും ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് നടന്നാ മതിയോ? പെണ്ണൊന്ന് കെട്ടണ്ടേ സക്കീറെ? അതിന് മാഷക്ക് ഒത്തു കിട്ടിയ പോലെ ഒന്നിനെ പടച്ചോ ഞമ്മക്കും തരണ്ടേ ടീച്ചറെ. കിട്ടണോ? അപ്പൊ ഇതുങ്ങൾ തപ്പി പിടിച്ചതാ? അല്ല നാരായണ പുറപ്പെടല്ലേ? പോണെങ്കിൽ ആദ്യം എത്തുന്നതാ. കയറിക്കോ ശിവപുരം എല്ലാം കയറിക്കോ. ശിവപുരം ചേച്ചി രാജപദവിയിലുള്ള ഓട്ടോ കയറിക്കോ. ശിവപുരം 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 എല്ലാം കയറിക്കോ. ഷൊർണൂർ പട്ടാമ്പി ശിവപുരം ശിവപുരം. തിരുവാനൂർ തിരുവാനൂർ തിരുവാനൂർ. മുന്നേക്ക് എന്താ ഇത്? ഒന്ന് വേഗം വന്നാളി പൈതങ്ങളെ. പൂമ്പാറ്റളന്റെ വൈകിയത് കുഞ്ഞാക്ക നേരത്തെ വരൂല വൈകിയും വരൂല. വരേണ്ട സ്ഥലത്ത് വരേണ്ട നേരത്തെ വന്നിരിക്കും. എക്സ്ക്യൂസ് മീ, പുതിയ ആളാണല്ലേ? പുതിയ ആളൊന്നല്ല, ഈ പ്രായമൊക്കെ ആയില്ലേ. അല്ല, ബസ്സിൽ പുതിയ യാത്രക്കാരിയാണോ എന്ന് ചോദിച്ചതാ. വിശേഷങ്ങളൊന്നും അന്വേഷിക്കണ്ട, മാറിക്ക് കേറട്ടെ. ഈ പോണടുത്ത് വല്ലതും പഠിക്കണ്ട. തണ്ടണെങ്കിൽ വേണം ഡിഗ്രി, പട്ടിണി കിടക്കണമെങ്കിൽ വേണം 100 റുപ്യ. കാലം വല്ലാത്ത മോളെ. സീറ്റില്ലേ? ഉണ്ടല്ലോ 40 സീറ്റുണ്ട്. പക്ഷെ ആളിരിക്കുകയാണല്ലോ. ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട്, അതിൽ ഡ്രൈവർ ഇരിക്കുന്നു. കണ്ടക്ടർ അയക്ക് പോലും സീറ്റില്ല. എന്താ കളിയാക്ക? കാര്യം പറഞ്ഞാണ് മാഡം. സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിക്കുന്നുണ്ടല്ലോ. പുരുഷന്മാരില്ല, ഒരു പുരുഷൻ. പ്രായമുള്ള ആളാ, സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസന് വേറെ സീറ്റ് ഉണ്ടല്ലോ. വികലാംഗർക്കുണ്ടല്ലോ, അത് മതിയോ? എന്താ വിരാന്തോർ അംഗവൈകല്യ മനോവൈകല്യ പറയും. എന്താ വാസുട്ടി? ഞാൻ കുറച്ചു നേരമായിട്ട് ഈ നാട്ടുകാരനല്ലേ. യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറിയല്ലേ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടേണ്ടി വരും. അവിടെ ചെന്നിട്ട് എന്താക്കാനാണ് മാഡം? അതും കാക്കി ഇതും കാക്കി. അത് വെറും കാക്കി, ഇത് കക്കാക്കി. ഞങ്ങള് കാരണം ഒരു പ്രശ്നം വേണ്ട. മോള് ഇവിടെ ഇരുന്നോളൂ. ഇങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട മോളെ. വേണ്ട കുട്ടികളെ, ഞങ്ങൾ നിന്നോളാം. യുദ്ധം ചെയ്ത് നേടിയല്ലേ ഇരുന്നോളി. ജീവിതകാലം മുഴുവരിക്കാനല്ലോ. ഇറങ്ങാനുള്ള സ്റ്റോപ്പിലെത്തുമ്പോ ഇറങ്ങണല്ലോ. ഇരുന്നോളി. എങ്ങട്ടാ? ശിവപുരം. ശിവപുരം. അല്ല, ഇതിന്റെ വലുത് അടിക്കണല്ലേ പോരല്? 1000-ന്റെ. അത് റിസർവ് ബാങ്ക് ഇറക്കുന്നതാ. പക്ഷെ കുറച്ചുപേരെ കയ്യിലേ കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുറ്റത്ത് ഇപ്പോഴും ദാരിദ്ര്യ രേഖന്റെ കട്ടി കൂടി വരികയാണ്. കാണുമ്പോ കൊതിയാവുക. ഇത്രയും നേരവും ഭംഗിയുള്ള ഒരു 500 നോട്ട് ഈ അടുത്ത കാലത്തെങ്കിലും ഈ ബസ്സിൽ കയറിയിട്ടില്ല അല്ലേ മേഡം? 8.50 ചില്ലറ തരണം. ചില്ലറയും പേര് നടക്കില്ല. യാത്രക്കാരുടെ പണിയല്ല, കണ്ടക്ടറുടെ ജോലിയാ. ഒരു യുദ്ധമില്ലാതാക്കലാണ് നമ്മുടെ ജോലി. കേട്ടിട്ടില്ലേ? ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന്. ഒരു കണ്ടക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ്? വെറും 8 രൂപ 50 പൈസ. 8 രൂപ 50 പൈസ പിന്നെ തരാം. 500 ഇങ്ങോട്ട് തന്നെ. പ്രശ്നം തീർന്നല്ലോ. എന്റെ പൈസ കിട്ടിയാ മതി. അവർക്ക് ടിക്കറ്റും കിട്ടിയാ മതി. സഹോദരി, ഈ 500 എന്റെ കയ്യിലുണ്ട് കേട്ടാ. ഒരു 8.50 നിങ്ങൾ തന്നാൽ ഈ 500 എപ്പോ നിങ്ങൾ തിരിച്ചു തരാം. ഞാൻ കൊടുക്കില്ലേ? അപ്പൊ ഞാൻ 8.50 കൊടുത്തില്ലേ? ഞാൻ നിങ്ങളോട് കാശ് വാങ്ങിയോ? അപ്പൊ എന്റെ കാശോ? അത് നിങ്ങൾ തമ്മിൽ തീർത്തോ? കുഞ്ഞാക്ക, എന്റെ 8.50. അതെ, ഞാൻ കുറച്ച് നേരായിട്ട് നാട്ടുകാരനെ അല്ല. ടിക്കറ്റ് എവിടെ വന്ന് കേറിയിടാ. ശിവപുരോ? ശിവപുരം സ്കൂൾ പടി.
അതെ എന്റെ 850. ഇതാ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ അവിടെ നിന്ന് കിട്ടി? ഇല്ലാഞ്ഞിട്ടല്ല, അയാളുടെ ജാട കൊണ്ട് കൊടുക്കാൻ ഞാൻ. അല്ല പേരെന്താ? എന്തിനാത്? ഞങ്ങൾ ക്ലീനേഴ്സിന്റെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അതിലെഴുതാനാ. സ്ഥിരമായിട്ടുണ്ടാകോ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കയറും എവിടെ ഇറങ്ങുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ സദാ നിങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഫാലേ ചെയ്യണ്ട. നൂർജഹാൻ, ഇക്കൊന്നേ ഞങ്ങളുണ്ട്. താങ്ക് യു നൂർജഹാൻ. അയ്യോ സമയായി, വാ. രജിസ്റ്റർ ചെയ്തോ? നൂർജഹാൻ. നല്ല പേരല്ലേ? കേരളം. അയ്യോ നോക്ക്, ഈ മരണച്ചവിട്ടൊക്കെ ചവിട്ടിയിട്ടും കളക്ഷൻ താഴേക്കല്ലാതെ മുകളിലേക്കില്ല. ഇല്ല കുഞ്ഞാക്ക, അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പെണ്ണ് കെട്ടാത്ത ചുറിയുറുക്കള നല്ല ചെറുപ്പക്കാരെ ഡ്രൈവർമാരാക്കണത്. ഭാര്യയും മക്കളും ഉണ്ടോ? ആക്സിലേറ്റർ സമ്മതിച്ചാൽ കാലങ്ങോട്ട് സമ്മതിക്കൂല. സ്പീഡ് കുറഞ്ഞാലോ മുതലാളിമാരും സമ്മതിക്കൂല. നമ്മുടെ മുതലാളി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊള്ളാം. പക്ഷെ നാരായണേട്ടോ, വലിവ് പോരാട്ടോ. ഇനി എങ്ങോട്ട് വലിപ്പിക്കാനാ? വയ്യാതാവണുണ്ട്. പിന്നെ എന്നെ പോലുള്ള ക്ലീനർമാർക്ക് വയസ്സാവൂല. അതൊരു ഹരമുള്ള പണിയാണ്. തട്ടാ കെറ്റാ. ഉച്ചക്കത്തെ ട്രിപ്പ് എണ്ണക്കാശ് പോലും ഒക്കൂല. എങ്ങനെ വെക്കാനാ? അന്നേരത്ത് നമ്മുടെ കൂടെ തന്നെ KSRTC ഒരു ലോക്കൽ സർവീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അവർക്ക് തെറ്റില്ലാത്ത കളക്ഷനും ഉണ്ട്. ഡ്രൈവറേയും കണ്ടക്ടറും ഒന്ന് കാണണ്ട പോലെ കണ്ടാ ചിലപ്പോ. അതൊന്നും ഞമ്മക്ക് വേണ്ടോ. KSRTCയിലും എല്ലാരും ഒന്നും അത്രക്കാരല്ല. അർഹതയില്ലാത്ത അന്നം അത്തായി മുടക്കുന്ന ഞമ്മക്ക് ആക്കായി വേണ്ട. എന്നാ ഞാൻ പോട്ടെ കുഞ്ഞാക്ക. നീ പോ. അപ്പൊ കുഞ്ഞാക്ക, എന്റെ സ്ഥിതി എങ്ങനെ? സ്വാതന്ത്ര്യം കിട്ടാൻ അർദ്ധരാത്രി ആവോ? കഴിഞ്ഞിക്കണോ? ഒരു പെഗ് ബാക്കിയുണ്ട്. ഏ? അല്ല, ബാക്ക് കൂടി ഒന്ന് കഴുകി. നമുക്കളി അവിടെ 3 സ്റ്റുഡൻസ് വെയിറ്റിംഗ് അല്ലേ? വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടേ? അതൊക്കെ ഫാസ്റ്റ് ഫുഡ് അല്ലേ. ഞങ്ങൾ ആരാ റിച്ച് ഫാമിലി അല്ലേ. 180 ഒരു 20 രൂപയും കൂടി കിട്ടിയിരുന്നെങ്കിൽ 200 ആകും. ആയിക്കോട്ടെ, ഇപ്പല്ലേ 180 ആയിട്ട് പോകാം. ചെത്തല് കുറച്ച് കൂടുണ്ട് കണക്ക്. ഇത് മേങ്ങി തന്ന മുടിയാന്തരായോ? ബിസ് ഇന്നോ നാളെന്ന് പറഞ്ഞ് നിൽക്കണ്. ഇടങ്ങാറുണ്ടാക്കല്ലേ. അയ്യോ, ഞാനൊരു ചെത്തുകാരനല്ലേ. ഇത് എങ്ങട്ടപ്പോ? കടയിലേക്ക് സാധനങ്ങൾ എടുക്കണ്ടേ? 10 മണിക്കൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട്. അല്ല, അപ്പൊ ഇന്ന് കോയമ്പത്തൂർ അതെ, അവിടുത്തെ പണി കഴിഞ്ഞ ബാങ്ക് എടുത്ത് കയറിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 ദിവസം വൈകാനൊന്നും നിൽക്കണ്ട. ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഞാനെന്താ ചെറിയ കുട്ടിയല്ലേ? എന്നും നീ ചെറിയ കുട്ടിയല്ലേടാ. കയറിക്കോ, ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വിടാം. അല്ല മൂപ്പരെ, കോയമ്പത്തൂർന്ന് ഒരു ദിവസം വയ്യാലുണ്ട് ഇങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ ദുബായിക്ക് പോയാലോ? അതിപ്പോ പറഞ്ഞേക്കാണ്ട് വയ്യല്ലോ. ആണക്കവിടെ സുഖാന്ന് കേൾക്കുക, ഈ അവിടെ ഒരു വലിയ നിലയിലെത്തുക. ആണക്ക് ഓർക്കുമ്പോ എല്ലാം അങ്ങോട്ട് സഹിക്കന്നെ. സഹിക്കോ? സഹിക്കണല്ലോ. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. ശബ്ദം കുറച്ച് വായിച്ചാലേ മാർക്ക് കുറയും മോളെ. നിനക്ക് എന്റെ അത്ര SSLC എഴുതി പരിചയമില്ലാത്തോണ്ടാ. കൊല്ലം കുറെ ആയി മോളെ ഇത് തുടങ്ങിയിട്ട്. നീ കൂടെ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. 1974 പൊഖ്രാനിൽ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യ? പഠിച്ച് വിശന്ന് കുടൽ എരിഞ്ഞു ബാക്കിയുള്ളവർക്ക്. പഠിപ്പ് എല്ലാ ബസ് ജീവനക്കാർക്കുണ്ട്. ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന ഭർത്താവിനെ ചിരിച്ച് സ്വീകരിച്ച് വല്ല കുഴമ്പോ തൈലൊക്കെ മേത്ത് തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കി തന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് വിളമ്പി തന്ന്. എവിടെ എന്റെ ലൈഫ് SSLC സുനാമി കലങ്ങി പോയില്ലേ മോളെ? രേഷ്മ SSLC ഇങ്ങോട്ട് വാ. ഇതാ നിന്റെ ഫുഡ്. പുട്ടും ചിക്കൻ കറി. നന്നായിട്ട് പഠിക്കണം കേട്ടോ. മോനെ വിജിത്ത് +2. ഇതാ പൊറോട്ടയും മട്ടൻ കുറുമേ. കുണ്ടൻ പോണുങ്ങ്. തൃപ്തി ആയില്ലെന്ന് തോന്നുന്നു. മോളെ കമ്പിളി അമ്പിളി SSLC ദേ നിന്റെ ദോശയും പോത്തോ അലത്തിയതും. നിങ്ങൾ എന്താണ് വേൾഡ് മാപ്പിലേക്ക് നോക്കുന്ന പോലെ നോക്കുന്നത്? ഈ മാപ്പിൽ എന്റെ ഏതെന്തോട്ടം തിരയ ഞാൻ. എവിടെ എന്റെ കനി? പരീക്ഷ കഴിയുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയാണ്. എന്റെ ഭാവി കളയരുത്. എന്റെ ഭാവിക്ക് ഡബിൾ ബെല്ല് കൊടുത്ത് വിട്ടിട്ട് കൊല്ലം കുറയായി. നീ മുടിഞ്ഞ 10ാം ക്ലാസ് എഴുതാൻ തുടങ്ങി അന്ന് മുതൽ തുണയില്ലാത്തൊരു വേഴാമ്പലാണ് ഞാൻ. എന്റെ ദാഹം നീ അറിയുന്നില്ല. പിന്നെ മൂക്കറ്റം വലിച്ചു കയറ്റിയിട്ട് സമയവും സന്ദർഭവും നോക്കാതെ ഏതെന്തോട്ടത്തിൽ കനി തിന്നാൻ വന്നാലുണ്ടല്ലോ, ഇതുകൊണ്ട് വേഴാമ്പന്റെ കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. ഇതിലും ഭേദം അതാടി. ഒരു കണ്ണുപൊട്ടനായിട്ട് ജീവിക്കാലോ. കുത്തടി പൊട്ടിക്ക് കുത്തി കുത്തി. എന്തൊരു ബോറാണ് ഫുഡിന്റെ റെപ്യൂട്ടേഷൻ. ഡെയിലി പൊറോട്ടയും ബീഫ് എത്തിയതും.
വല്ല തന്തൂരിയോ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? എല്ലാ സ്റ്റുഡൻസിനും ഒരു ദിവസം ഞാൻ തന്തൂരി കളിക്ക് തരുന്നുണ്ട്. ഇങ്ങൊന്നേ, ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. ചാവിട്ടി കൂട്ടി ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെയുണ്ട് ഒരു പഠിത്തം. ഇക്കൊല്ലെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഒന്ന് 10 തികഞ്ഞ് കണ്ടാ മതിയായിരുന്നു. ഈശ്വര, എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ. അങ്ങനെ ആ 1001 ഉറുപ്പിയുണ്ട് ആ 9 ഏക്കർ ഭൂമി കുറേശ്ശെ ഞാൻ വാങ്ങി, ഞാൻ വിറ്റു. ആ വകയില് ഒരു 5-6 ലക്ഷം ഉറുപ്പിയ എനിക്ക് കിട്ടി. ഞാൻ ആരാ മോൻ? വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുത്തിരിക്കേ അന്നെ ഒരു നോക്ക് കണ്ടാ മതി എന്നും പറഞ്ഞ ലഹളയാ മൂപ്പര്. അതുകൊണ്ടാ ഇവന് ഫോൺ ചെയ്ത് അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സലാംബായനെ കണ്ട് കാലം കുറെ ആയില്ലോ. ഓരോരോ ബന്ധപ്പാടിൽ ഓടിപ്പാഞ്ഞ് നടക്കല്ലേ മോനെ. എന്നാലും നേരാകുമ്പോ പഠിച്ചോ നമ്മളൊക്കെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കും. അല്ലേ ഭായി? ഇതെന്ത് പറ്റിയിടോ എന്റെ നെറ്റിക്ക്? തൊള്ളേലെ നാവ് ശരിയല്ലെങ്കിൽ നെറ്റിക്കല്ല തടിമേല് മുഴുവൻ ഉണ്ടാവും മുറിവ്. കോയമ്പത്തൂരിന്ന് വരുമ്പോ ബസ് തട്ടിന്ന് പറഞ്ഞു. ബസ് തട്ടാൻ ഇവൻ എന്താ ടാങ്കർ ലോറി? 1001 ടാങ്കർ ലോറി. കടയിൽ ആരുമില്ല, ഞങ്ങളുടെ ചെല്ല്. അല്ല, ഇപ്പൊ മക്കളും 1001 വിളിച്ച് തുടങ്ങിയില്ലേ? ഇത് കഴിക്ക്. അപ്പൊ അന്നെ വിളിപ്പിച്ചത് ഇവിടത്തെ കുട്ടിക്ക് നല്ല ഒന്നാം തരം ഒരു ആലോചന. ചാവക്കാട് നിന്ന് എന്റെ വകയിൽ ഒരു കുടുംബത്തിന്ന് തന്നെ. അതുകൊണ്ട് അധികം ആലോചിക്കാനും ചിന്തിക്കാനും കുത്തിക്കളക്കാനും ഒന്നും ഇല്ലല്ലോ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ ക്ലർക്ക്. കറണ്ട് ബില്ലെങ്കിലും മര്യാദക്ക് അടയ്ക്കുമല്ലോ. കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇനി ഒന്നും പറയാനില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കബൂലായിക്കുന്നു. ഇനി ഒരു ചടങ്ങിന് ഓർക്ക് പെണ്ണിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഓളെ കണ്ട ആർക്കാ ഇഷ്ടാണ്ടിരിക്കുക. അവിടെ ഇത്രയും സന്തോഷമുള്ള കാര്യം തീരുമാനം എടുക്കണായിരുന്നു. നിങ്ങളെ അടുക്കള എന്തെടുക്കാന്ന് ഇപ്പൊ എന്തായി? ഞാൻ പറയല്ലേ, ഒക്കെ കാണാനും കേൾക്കാനും പഠിച്ചോണ്ടെന്ന്. നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാത്തത്? എന്തേമ്മ? ആര് പെണ്ണ് കാണാൻ വരുന്നു ഇനി വിചാരിച്ചിരിക്കണേ? സെലീനക്കല്ല കല്യാണം, നെജ്മക്ക. വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റൂ? പടച്ചമ്പരം പൊറുക്കൂലമ്മ. എന്റെ കുട്ടിന്റെ ചങ്ങാഴ്ചമാരൊക്കെ പുതുക്ക സാരി കൊടുത്ത് കളിച്ചിരിച്ച് പണ്ടം കിട്ടി പുതുക്ക പെണ്ണായിട്ട് പോകുമ്പോ എവിടെ ഒളിപ്പിച്ചു വെച്ച കണ്ണീരും വെച്ച് ചിരിച്ചു കാണിച്ചുള്ള ഓള്. ഞമ്മള് കരഞ്ഞിട്ടില്ലേ ആരും കാണണ്ടേ? ഇതങ്ങനല്ല. ഇപ്പൊ ഒരേന്ന് ഓളെക്കാളും 5-6 വയസ്സിനിളയെ ഒരുത്തി, അത് സ്വന്തം എത്താ തന്നെ മോള് പൊറുക്കൂല. വേറെ ആരൊക്കെ പൊറുത്താലും മറന്നാലും പള്ളിക്കാട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ഓളുടെ ഉപ്പ എന്റെ ഉപ്പ സഹിക്കൂല. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, എനിക്ക് പറയണം. കുഞ്ഞാക്ക ഒന്നും പറയരുത്. നാളെ ഊരെവിടെ വരികയും വേണം. നജ്മേനെ ഇഷ്ടായി കല്യാണം നടക്കുകയും വേണം. എന്റെ ഒരു പേരും പറഞ്ഞ് കുഞ്ഞാക്കന്റെ ജീവിതം തന്നെ ഇങ്ങനെ. നീ നജ്മാന്റെ നല്ലൊരു ജീവിതം കൂടി. നോക്കിയേ, ഞാനൊരു അന്തവും കുന്തവും ഇല്ലാത്ത മനുഷ്യനാ. വാക്കും വടിയും എന്തിനുള്ളതാ, എവിടെയാ വെക്കേണ്ടതെന്ന് എനിക്ക് ചിലപ്പോ തിരിയാതെ പോകും. ഇക്കാര്യത്തിൽ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. നജീബിന്റെ വിസ വരാൻ പോണു. ഓൻ പോണേലും മുമ്പ് നജ്മാന്റെ കല്യാണം വേണ്ടെങ്കി വേണ്ട. നമ്മള് സ്വത്ത് വാങ്ങാൻ 1001 ടോക്കൺ അഡ്വാൻസ് കൊടുത്തു എന്ന് വെച്ച് എല്ലാ കച്ചവടവും നടക്കണമെന്നില്ലല്ലോ. നജ്മാക്ക് വയസ്സ് 18 കഴിയാൻ പോണു. കെട്ടിച്ചയക്കാതെ പറ്റൂലല്ലോ. 7-8 കൊല്ലായില്ലേ സെലീനനെ കെട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കൂട്ടിക്കീച്ച അതിനൊരു ഉത്തരം അനക്കം കിട്ടും. വെന്ത ചോറും പ്രായം തികഞ്ഞ പെൺകുട്ടികളും ഒരുപോലെയാ. ചോറ് പഴയതായ പഴഞ്ചോറെന്ന് പറയും. പിന്നെയും പഴകിയാലോ? സെലീനാന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ അത് അങ്ങനെയായി. മജീദ്ക്ക, ഉപ്പാന്റെ സ്ഥാനത്തെ എന്നും നിങ്ങളെ കണ്ടിട്ടുള്ളൂ. എന്റെ മാത്രം ഉപ്പായിട്ടല്ല, സെലീനാന്റെ കൂടെ ഉപ്പാവണങ്ങള്.
ശിവപുരത്തേക്ക് അതാ റോഡ് കിങ്ങിൽ കയറിക്കോ. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. കയറിക്കോടാ. ആദ്യം പോണ ബസ് എന്ന് പറയരുത്. ഇതിൽ കയറിക്കോ. നിങ്ങളിപ്പോ എല്ലാം കൂടി കാക്കോത്തി പറിക്കുമ്പോൾ എന്താ ഞങ്ങളിപ്പോ ഇതിലാ കയറണ്ടേ? ചേട്ടാ റോഡ് കിങ്ങിൽ കയറിക്കോ. ഇതേ റോഡിലെ ആദ്യം പോണത് അതാണോ? ഇത് തന്നെ മൈത്രി പോയി 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് റോഡ് കിങ് പോകും. വണ്ടിക്കാരൻ വരുന്ന ആൾക്കാരെ മൈത്രി കയറ്റി ഒലത്തുന്നോ? ചക്കരെ, അവനവന് മാത്രം പോന്നവർക്ക് നേരെ പോക്കണം കൈ. എവിടെ പോക്കണം എവിടെ ഇറക്കണം നിന്നെ പഠിപ്പിക്കുക ഇയ്യാരാ? വണ്ടി ഇറങ്ങാം. വിളിച്ചു പറയണ സ്റ്റാൻഡിൽ ആദ്യം പോകുന്ന റോഡ് കിങ് ആണെന്ന്. ഇനി ആർക്കും സംശയം വേണ്ട. സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന റോഡ് കിങ് ആണ്. കയറിക്കോ മോനെ, കയറിക്കോ. വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ, മുന്നോട്ടെടുക്ക്. ഞാനൊന്ന് കാണോ. എന്റെ നെഞ്ചുമല ഓടിച്ചു പോടാ എന്റെ റോഡ് കിങ്. വണ്ടി എടുക്കണം. എന്റെ കാലമരനിലെ ആക്സിലേറ്റർ മല് വാടാ, വണ്ടി എടുക്കണം. സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ്, ബസ് കണ്ടക്ടറാ. മാറി നിൽക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ടാ. 10-21 വയസ്സ് മുതല് ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞാ മാറാൻ ലേശം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം എസ്ഐ, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സാധനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചെലക്കുന്നോ? ഇങ്ങോട്ട് മാറി. വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട ചക്കരെ. ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടി പറയാണ്. സർവ്വ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമ്പലും ഗുണ്ടായുസം കാണിച്ച് നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മോലാളിയാണ് ഈ നിൽക്കുന്ന സാജൻ ജോർജ് സാർ. ട്രാഫിക്കിലെ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളതല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയണ ആ സാധുക്കളുടെ ഇടയിന്ന് ഇമാതിരി ബസ് മോലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായുസം ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കുന്ന പാവപ്പെട്ട വണ്ടിക്കാരുടെയും മേത്ത് കുതിരകാരം വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങള് വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളെ തടിക്കല്ലത്. ബാഗ് എടുത്തോളി. ചക്കരെ പോ. ഇറങ്ങി 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 ഇറങ്ങി. ആ പിന്നോട്ടേക്ക് 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 പിന്നോട്ടേക്ക്. കേറ് 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 കേറ്. അല്ല കേറങ്ങട്. വാസുട്ടെ കേറിയാ? ആ പോട്ടെ. കേറി ചേച്ചി. അപ്പൊ പറയ്. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. ശിവപുരം. ആ ശിവപുരത്തേക്ക് ഇത്തിരി മൂർച്ചയുള്ള ഒരാക്കിരിക്കാൻ ഒരു സീറ്റ് ഒഴിഞ്ഞടിക്കാരെങ്കിലും. വേണ്ട, ഞാൻ നിന്നോളാം. ഓ എളിമ എളിമ എളിമ. എളയമല്ല, നൂർജഹാൻ. എന്തിനാ 100 101 102 നാരായണ, ആ ആംബുലൻസ് ഒന്ന് ഒതുക്കിക്കോളി. വേണ്ട, എന്റെ വണ്ടിയോട് എന്റെ യാത്രക്കാരോടും വേണ്ട. ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഞമ്മക്ക് തമ്മിൽ തീർക്കാം. എന്നാ ഇവിടെ തന്നെ തീർക്കണം നായിന്റെ മോനെ.
പിടിച്ചു കേട്ടാ ഞാൻ ലഗേജാ കയറിക്കോളാം. വാസുട്ടേ, യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. വണ്ടി വിട്ടോളി. bus conductor.